ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രാർത്ഥന ഇത്ര മനോഹരമായി ആസ്വദിക്കുവാൻ നമ്മെ പഠിപ്പിച്ച ഒരു വിശുദ്ധനാണ്. പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താളം എന്ന് പഠിപ്പിച്ച ഒരു വിശുദ്ധൻ. ജീവിതത്തിൽ പറയുക മാത്രമല്ല, പ്രാർത്ഥനയെ ഇത്രയേറെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന് കടന്നുപോയ ഒരു വിശുദ്ധൻ. അദ്ദേഹം ഈ ജീവിതത്തിൽ നമുക്കായി നൽകപ്പെട്ട നിരവധി ഓർമ്മകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിത അനുഭവങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ സഹനത്തിൻ്റെ വഴികളിലും പരിശുദ്ധ കന്യകാമറിയത്തെയും ഈശോയെയും ചേർത്ത് പിടിക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 1981 മെയ് 13 ലോകം വളരെ ദുഃഖത്തോടുകൂടി കേട്ട ഒരു വാർത്തയുണ്ട്. പാപ്പയെ കൊല്ലുവാൻ ശ്രമിച്ചു എന്ന വാർത്ത. എന്നാൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്നത്, തുർക്കിയിലെ അലി എന്ന സഹോദരനെ ജയിലിൽ പോയി കണ്ട് അവന് മാപ്പ് നൽകുന്ന പാപ്പയെയും നമ്മൾ പിൽക്കാലത്ത് കണ്ടുകഴിഞ്ഞു. കർത്താവിൻ്റെ യഥാർത്ഥ മുഖം എപ്രകാരമാണ് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതെന്ന് കാണിച്ചു തന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. കരുണയുടെ മുഖം. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പ്രഘോഷിക്കുമ്പോഴും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ നിരവധി കാര്യങ്ങൾ മനസ്സിലാകുവാനായിട്ട് സാധിച്ചു. അറിഞ്ഞതും അറിയാത്തതുമായ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഇന്നേ ദിവസം ഈ വിശുദ്ധനെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എന്ന് കാണിച്ചു തരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ജീവിതം നമുക്ക് എന്നും ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന കാർഡിനൽ പറയാറുണ്ട്, എപ്പോഴും ദൈവവുമായിട്ട് ഒരു സംഭാഷണത്തിലായിരിക്കുന്ന ഒരു വിശുദ്ധനാണ്. മുട്ടിന്മേലായിരുന്നു കൊണ്ട് പ്രഭാതത്തിലും സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത ഒരു പാപ്പയാണ്. അതൊരു താളമായി തന്നെ, ജീവിതത്തിൻ്റെ താളമായി തന്നെ എടുത്തുകൊണ്ട് വളരെയധികം മനോഹരമായിട്ട് പ്രാർത്ഥനയെ ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തിൽ താൻ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും സഹനങ്ങളെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ കാർഡിനൽ ഓർത്ത് പറയുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലും ഈ വിശുദ്ധൻ്റെ പാദം സ്പർശിച്ചിട്ടുണ്ടെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാപ്പയാണ്. ജപമാലയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമ്മെ പഠിപ്പിച്ച ഒരു പാപ്പ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, സുവിശേഷങ്ങളുടെ സംഗ്രഹമാണ് ജപമാല എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ മാസം ജപമാല മാസമാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ ഓർക്കുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ജപമാല ചൊല്ലുവാനും ധ്യാനിക്കുവാനും അദ്ദേഹം നൽകപ്പെട്ട ഈ മനോഹരമായ വീതിയിൽ നടന്നു നീങ്ങുവാനും അതിനെ ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, കർത്താവ് നിരവധിയായ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. അതിന് കൃത്യമായി നമ്മൾ പ്രത്യുത്തരിക്കണം. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അധികം ഏൽക്കപ്പെടുന്നവനോട് അധികം ചോദിക്കും. നമുക്ക് നിരവധിയായ കഴിവുകൾ തരുന്നു ദൈവം, നിരവധിയായ അവസരങ്ങൾ തരുന്നു. ഇതിനെല്ലാം നമ്മൾ ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ കടമയാണ്. നമ്മുടേതായ ജീവിത രീതികൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടേതായ സൗകര്യപ്രദമായ രീതിയിൽ
അതിനെ നമ്മൾ മറന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ അതിനെ ഒന്ന് വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കുവാൻ, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു രീതിയിലോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് വീണ്ടും അവസരങ്ങൾ തരികയാണ്. ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തിൽ എനിക്ക് കിട്ടിയ അവസരങ്ങളെ ഞാൻ പാഴാക്കി കളഞ്ഞതിന് നമുക്ക് മാപ്പ് ചോദിക്കാം. അതും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നേ ദിവസം എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും നമുക്ക് മാതൃകയായി നിൽക്കുന്ന എല്ലാ വിശുദ്ധരെ ഓർക്കാം. ഏറെ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ എല്ലാവിധമായ ആഗ്രഹങ്ങളും ഈ വിശുദ്ധൻ്റെ ജീവിത വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അത്രയേറെ സഹനത്തിലൂടെ കടന്നു വന്ന ഈ വിശുദ്ധൻ പുഞ്ചിരിയോടുകൂടി നമ്മളോട് പറയുന്നുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് മുൻപോട്ട് പോകാം. അവൻ നമ്മളെ വഴി നടത്തും. ഈ വിശ്വാസ തീക്ഷ്ണതയാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. തീർച്ചയായും ഇന്നത്തെ പ്രഭാത ദിവ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓരോ ദിവസവും മെച്ചപ്പെട്ട ഒരു ജീവിതം ഞാൻ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴൊക്കെ വീണു പോകുന്നുണ്ട്. അവിടെ നിന്ന് ഉയർന്നെഴുന്നേൽക്കുവാൻ, അതിലൂടെ പാഠങ്ങൾ പഠിക്കുവാൻ, കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നിൻ്റെ വിശ്വാസത്തെ, നിൻ്റെ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.